മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷൻ ഏറ്റവും പുതിയ താജ എക്സിറ്റ് പോൾ. മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല റായ്ഗഡാണ്. റായ്ഗഡിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 5 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ലാത്തൂരാണ്. ലാത്തൂരിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 4 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ബീഡാണ്. ബീഡ് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 4 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല പൂനെയാണ്. പൂനെയിൽ 21 സീറ്റുകളാണുള്ളത്. 21 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 13 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല അഹമ്മദ് നഗറാണ്. അഹമ്മദ് നഗറിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 8 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല സത്താറയാണ്. സത്താറയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റ് വരെ മഹായുതി എന്ന NDA സഖ്യവും 4 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ഉസ്മാനാബാദാണ്. ഉസ്മാനാബാദിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 3 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല സോലാപൂറാണ്. സോലാപൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 7 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല കോലാപൂരാണ്. കോലാപൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല സിന്ധുദുർഗാണ്. സിന്ധുദുർഗിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. മഹായുതി എന്ന NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ യാതൊരു സാധ്യതയുമില്ല. അടുത്ത ജില്ല രത്നഗിരിയാണ്. രത്നഗിരിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 2 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല സാംഗ്ലിയാണ്. സാംഗ്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 4 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ഗോദിയയാണ്. ഗോദിയയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 2 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ഗഡ്ചിരോളിയാണ്. ഗഡ്ചിരോളിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 2 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ഭണ്ഡാരയാണ്. ഭണ്ഡാരയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 2 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല നാഗ്പൂറാണ്. നാഗ്പൂരിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 7 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല അമരാവതിയാണ്. അമരാവതിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ മഹായുതി എന്ന NDA സഖ്യവും 4 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല വാർധയാണ്. വാർധയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും 2 സീറ്റ് വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല അകോളയാണ്. അകോളയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് മഹായുതി എന്ന NDA സഖ്യവും
3 സീറ്റ് മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല വാശിമാണ്. വാശിമിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ NDA സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. 2 സീറ്റ് വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല ജൽഗാവാണ്. ജൽഗാവിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ബുൾദാനയാണ്. ബുൾദാനയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല നന്ദുർബാറാണ്. നന്ദുർബാറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 2 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ധൂലെയാണ്. ധൂലെയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല മുംബൈ റീജിയനാണ്. മുംബൈ റീജിയനിൽ 36 സീറ്റുകളാണുള്ളത്. 36 സീറ്റുകളിൽ 17 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 17 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 2 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല നാസിക്കാണ്. നാസിക്കിൽ 15 സീറ്റുകളാണുള്ളത്. 15 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 8 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല താനെയാണ്. താനെയിൽ 18 സീറ്റുകളാണുള്ളത്. 18 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 8 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ജൽനയാണ്. ജൽനയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് മഹായുദ്ധി എന്ന NDA സഖ്യവും 3 സീറ്റ് വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല പാൽഘറാണ്. പാൽഘറിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ഔറംഗാബാദാണ്. ഔറംഗാബാദിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 3 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളുമാണ് നേടുക. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല പർബാനിയാണ്. പർബാനിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റ് വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 2 സീറ്റ് വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ചന്ദ്രപൂരാണ്. ചന്ദ്രപൂരിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 4 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല യവത്മാളാണ്. യവത്മാളിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 4 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല നാന്ദേഡാണ്. നാന്ദേഡിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 4 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ അടുത്ത ജില്ല ഹിംഗോളിയാണ്. ഹിംഗോളിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് മഹായുദ്ധി എന്ന NDA സഖ്യവും 2 സീറ്റ് വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടും. മഹാരാഷ്ട്രയിലെ ആകെയുള്ള 288 സീറ്റുകളിൽ 119 സീറ്റുകൾ വരെ മഹായുദ്ധി എന്ന NDA സഖ്യവും 153 സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും 16 സീറ്റുകൾ വരെ മറ്റു കക്ഷികളുമാണ് നേടുക.